ഇപ്പോൾ ഓണമൊക്കെയാണ്. ഓണവുമായി ബന്ധപ്പെട്ട പല തരത്തിലുള്ള ചടങ്ങുകളൊക്കെ നടക്കാറുണ്ട്, മത്സരങ്ങൾ നടക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു മാസത്തിൽ അല്ലെങ്കിൽ ഈ അടുത്ത് വരുന്ന ദിവസങ്ങളിലൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒന്നായിരുന്നു. എന്തായിരുന്നു അത്? നെഹ്റു ട്രോഫി വള്ളംകളി. അതെ, അതുമായി ബന്ധപ്പെട്ട് പല വിവാദങ്ങളും ഉണ്ട്. എന്തായാലും ആ വള്ളംകളിയുടെ തീയതിയിൽ തീരുമാനമായില്ല എന്നാണ് ഇപ്പോൾ അറിയുന്നത്. ഈ മാസം 28-ന് ജലമേള നടത്തണമെന്നാവശ്യപ്പെട്ട് വള്ളംകളി സംരക്ഷണ സമിതി കളക്ടർക്ക് നിവേദനം നൽകി. എത്രയും വേഗം തീരുമാനമെടുക്കും എന്നാണ് ജില്ലാ കളക്ടറുടെ ഉറപ്പ്. ഓണത്തിന് ശേഷം ഈ മാസം 28-ന് നെഹ്റു ട്രോഫി വള്ളംകളി നടത്തണമെന്നാണ് സംരക്ഷണ സമിതിയുടെ ആവശ്യം. ചാമ്പ്യൻസ് ബോട്ട് ലീഗ് നടത്തണം, ഗ്രാന്റ് തുക വർദ്ധിപ്പിക്കണം തുടങ്ങിയ ആവശ്യങ്ങളും സംരക്ഷണ സമിതി മുന്നോട്ട് വെച്ചു. ഈ പ്രാവശ്യത്തെ വള്ളംകളി എത്രയും പെട്ടെന്ന് നെഹ്റു ട്രോഫി ഡേറ്റ് തീരുമാനിക്കണം. 2, കഴിഞ്ഞ ബഡ്ജറ്റിൽ ബഹുമാനപ്പെട്ട ധനമന്ത്രി അലോട്ട് ചെയ്ത CBLനുള്ള ആ ഫണ്ട് അതുപോലെ തന്ന് ആ CBL നടത്താനുള്ള ഉത്തരവുണ്ടാകണം. നാളെയോ മറ്റന്നാളോ നെഹ്റു ട്രോഫി ബോട്ട് റേസ് സൊസൈറ്റി എക്സിക്യൂട്ടീവ് യോഗം ചേരും. 28-ന് വള്ളംകളി നടത്തണമെന്ന അഭ്യർത്ഥന സർക്കാരിന് കൈമാറും. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് സർക്കാരാണ്. ജലമേള വൈകുന്നതിൽ പ്രതിപക്ഷവും പ്രത്യക്ഷ സമരത്തിനൊരുങ്ങുകയാണ്. 24 വരെ പ്രാദേശിക വള്ളംകളികളുണ്ട്. നെഹ്റു ട്രോഫി മത്സരത്തിന് മുമ്പ് തുഴച്ചിലുകാർക്ക് 2 ആഴ്ചത്തെ ട്രയലെങ്കിലും വേണം. ടീമുകളെല്ലാം പിരിച്ചുവിട്ടതിനാൽ പുറത്തുനിന്ന് തുഴച്ചിലുകാരെ എത്തിക്കുന്നതും വെല്ലുവിളിയാണ്. വള്ളംകളി കാണാൻ നാട്ടിലെത്താൻ കാത്തിരിക്കുന്നവരും ഏറെയാണ്. 24 ആലപ്പുഴ. അപ്പോൾ എന്തായാലും 24-ന്റെ ക്യാമ്പയിൻ കൂടി ഉണ്ട്. അത് ഇതുമായി ബന്ധപ്പെട്ട് വള്ളംകളി എന്താണ് പറയുക നടത്തിയ തീരൂ, അല്ലെങ്കിൽ അത് വേണം എന്നൊരു ആവശ്യം അതിങ്ങനെ ഒരു ഭാഗത്തു നിന്നും, പ്രത്യേകിച്ച് ആലപ്പുഴയിലെ ആൾക്കാരൊക്കെ വള്ളംകളി എന്താണ് ജീവിതത്തിന്റെ ഭാഗമാക്കിയ അല്ലെങ്കിൽ രക്തത്തിൽ അലിഞ്ഞിരുന്ന ഒരുപാട് പേരുണ്ട് അവിടെ. അപ്പോൾ അവരെല്ലാം ആവശ്യപ്പെടുന്നുണ്ട് വള്ളംകളി ഇത്തവണ വേണം എന്നുള്ളത്.